ഉച്ചക്കെടുത്ത ഒരു തീരുമാനം കൊണ്ട് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർക്കാണ് ട്ടോ. അങ്ങനെ നൈറ്റ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്കുള്ള ബസ്സിന് ഞങ്ങൾ രണ്ടാളും കയറി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സീറ്റ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പിന്നെ പോകുന്ന വഴി ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. പക്ഷെ ബസ് വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. വിൻഡോ സീറ്റിന്റെ മുക്കാൽ ഭാഗവും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ കറക്റ്റ് ടൈം ആയപ്പോൾ ബസ് എടുത്തു. ഒരു മണിയായപ്പോൾ കാട്ടിക്കുളം ചെക്ക് പോസ്റ്റിനോട് വണ്ടി നിർത്തി ടീ ബ്രേക്കിന് വേണ്ടിയിട്ട്. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് തോൽപ്പെട്ടി ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന ആനയോ പുലിയോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ടീ ബ്രേക്കിന് ശേഷം ബസ് എടുത്തു. ഒരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് തന്നെ ഉറങ്ങാനുള്ള മൂഡ് ഉണ്ടായില്ല. പിന്നെ ഞാൻ കണ്ണു തുറന്നിരിക്കലായിരുന്നു. ഈ ഒരു ചെറിയ സ്പേസിലൂടെ മാത്രമേ എനിക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചു ദൂരം പോയതിനു ശേഷം മാൻകൂട്ടത്തെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു ആനയെ കാണുമെന്ന്. അൺഫോർച്യുനേറ്റ്ലി അത് സംഭവിച്ചില്ല. പിന്നെ ഞാനും പതിയെ ഉറക്കത്തിലേക്ക് മുഴുകി. മോർണിംഗ് ഒരു 6 ബാംഗ്ലൂർ എത്തി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വരുന്നത്. ഏകദേശം 7:30 മടിവാളയിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഊബറും വിളിച്ച് നേരെ റൂമിലേക്ക്. അങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. നമ്മൾ പോയതാണെങ്കിൽ മൈസൂർ കഫേക്കായിരുന്നു. അവിടെ നമ്മളൊരു മസാല ദോശയും ഇഡ്ഡലിയും ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കിയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു മസാല ദോശ ആയിരുന്നു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അത്യാവശ്യം കട്ടിക്കായിരുന്നു മസാല ദോശ ഉണ്ടായിരുന്നത്. നോർമലി കഴിക്കുന്ന മസാല ദോശക്കാൾ എന്തോ ഒരു വ്യത്യാസം ഇതിലുണ്ട്. പിന്നെ അവിടുത്തെ ആംബിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. കാരണം ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്നത് ചെയർ ടേബിൾ ആ ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് എവിടെ വേണേലും പോയിരിക്കാം. അത് നിന്നിട്ടോ ഇരുന്നിട്ടോ എങ്ങനെ വേണേലും ഇരുന്ന് കഴിക്കാം. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം നേരെ ഓഫീസിലേക്ക് പോകുന്നുട്ടോ. ഓഫീസിൽ വന്ന് നമ്മൾ നേരെ വർക്ക് ചെയ്യുന്നുട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ നേരെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ബിരിയാണി ഓർഡർ ആക്കി. ഹൈദരാബാദി റൈസും ചിക്കനുമാണ് നമ്മൾ ഓർഡർ ആക്കിയത്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക് വിട്ടു. ഇന്നാണെങ്കിൽ ബാംഗ്ലൂർ ഓഫീസിലെ പ്രോഗ്രാം കൂടിയായിരുന്നു. ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ആയപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചെറുതായിട്ടൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ പിന്നെ നമ്മൾ ഈ റെസ്റ്റോ ബാറിലും കൂടി ഒന്ന് കയറി. അവിടുത്തെ ആംബിയൻസ് കിടലിനായിരുന്നു. ഫുൾ ഡാർക്ക് തീം ആയിരുന്നു. കൂടെ ഡിജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബാംഗ്ലൂർ നഗരത്തിന്റെ തിരക്കേറിയ വഴികളിലൂടെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു. റൂമിലെത്തിയപ്പോൾ കുറച്ചധികം ലേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്തെങ്കിലും വേഗം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. നാളെ നേരത്തെ എണീറ്റ് ഇവിടുത്തെ മാർക്കറ്റ് കാണാൻ പോകണമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഉറങ്ങിയത്.